നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 74/24 ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്ത വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 91 മുതലുള്ളതാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം: കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: 16/10, 1 and 3/5, 5/8, 8/5. അപ്പോൾ ഇവിടെ 16/10 എന്ന് പറഞ്ഞാൽ അത് 8/5 തന്നെയാണ്. ഇനി 1 and 5/3 എന്ന് പറഞ്ഞാൽ 1 × 5 + 3/5, അതും 8/5 തന്നെയാണ്. ഇനി ഇത് 5/8 ആണ്, ഓപ്ഷൻ സി. ഇവിടെ ഇതും 8/5 ആണ്. അപ്പോൾ ഇതെല്ലാം 8/5 ആണ്, ഇത് മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി 5/8. ആൻസർ ഓപ്ഷൻ സി 5/8 ആണ്, കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയെല്ലാം 8/5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാവും? അപ്പോൾ ഇതിനുള്ള ഫോർമുല NC2. N ആളുകൾ ഹസ്തദാനം ചെയ്താൽ, ഒരു ഹസ്തദാനം എന്ന് പറയുമ്പം 2 പേരാണല്ലോ. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10C2, അതായത് 10 × 9/1 × 2. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. 45. ഉത്തരം 45. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? അപ്പോൾ അവരോഹണ ക്രമത്തിൽ എന്ന് പറയുമ്പം ഏറ്റവും കൂടിയത്. അപ്പോൾ 1, 2, 3, 4, 5, 1, 3, 6, 7 സംഖ്യകളുണ്ട്. ഇതിനെ അവരോഹണ ക്രമത്തിൽ എഴുതുക, അതായത് ഏറ്റവും കൂടിയത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടിയത്, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ അതിനേക്കാൾ ചെറുതായിട്ടുള്ളത് ഈ കൂട്ടത്തിലുള്ളത് 125, 121, 119, 118, 115, 105. അപ്പോൾ ഇവിടെ മൂന്നാമതായി വരുന്നത്. അപ്പം നമുക്ക് 3, 4 എഴുതി കഴിയുമ്പം തന്നെ ഉത്തരം കിട്ടി. 121. ഓപ്ഷൻ സി 121. ഇനി ഇത് അവരോഹണ ക്രമത്തിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി പറയാം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ സംഖ്യകൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് 115 എഴുതുന്നു, ആദ്യത്തത്. ഇനി അടുത്ത സംഖ്യയിലേക്ക് പോകുന്നു. 125 ഇതിനേക്കാൾ വലുതാണ്. അപ്പോൾ 125. ഇത് നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ എടുത്ത് എഴുതിയേക്കുന്നതാണ്. ഇനി 125 വലുതായതുകൊണ്ട് വലതുവശത്തേക്ക്. ഇനി അടുത്ത 105 ചെറുതാണ്, ഇടതുവശത്തേക്ക് എഴുതി, ഇതിനേക്കാൾ ചെറുത്. 145. അപ്പോൾ ഇത് 125നും ഏറ്റവും വലുതാണ്. അപ്പോൾ 145. ഇവിടം വരെ കുഴപ്പമില്ലാതെ. ഇനി 118 നമ്മൾ എഴുതിയ 145നേക്കാൾ ചെറുതാണ്. തൊട്ടുപിറകിൽ കിടന്ന് 125 അതിനേക്കാളും ചെറുതാണ്. 115നേക്കാൾ മുകളിലാണ്. അപ്പോൾ മുകളിലോട്ടൊരു സ്പേസ് ഇട്ടിട്ട് 118 എന്ന് എഴുതുന്നു. ഇനി അടുത്ത 121. 120 ഈ 118ആയിട്ട് ഇനി നോക്കുക. 118നേക്കാൾ വലുതാണ്. അപ്പോൾ നമ്മൾ വലത്തേക്ക് തന്നെ പോകണം. 125 അടുത്ത് കിടക്കുന്ന 125നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എഴുതുക. ഇവിടെ 121.
ഇനി ഒന്നും കൂടെ ഉണ്ട് 119. അത് 121. ഇപ്പോൾ ലാസ്റ്റ് എഴുതിയതുമായിട്ട് നോക്കുക. 121 ചെറുതാണ്. അപ്പോൾ പിന്നെ പുറകിലോട്ട്, അതായത് ഇടതേക്ക് പോവുക. ഇടത് കിടക്കുന്ന 119 വലുതാണ്. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ആരോ ഇട്ട് 119 ഇങ്ങനെ എഴുതുക. ഇനി നമുക്ക് അവരോഹണ ക്രമത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയി ഈ ഒരു ക്രമത്തിൽ ഇങ്ങനെ എഴുതുക. 145, 125, 121, 119. ബാക്കി എഴുതേണ്ട, നമുക്ക് മൂന്നാമത്തത് വേണ്ടതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് കിട്ടി 120. അപ്പോൾ നമുക്ക് സംഖ്യകൾ നോക്കി എടുത്ത് എഴുതുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഓരോ സംഖ്യകൾ എഴുതുക. അതിനേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ വലതുവശത്തേക്ക് എഴുതുക, ചെറുത് ഇടതുവശത്തേക്ക് എഴുതുക. ഇനി ഏറ്റവും അറ്റത്ത് കിടക്കുന്ന സംഖ്യ വലതുവശത്ത് കിടക്കുന്ന സംഖ്യയുമായിട്ട് കമ്പയർ ചെയ്യുക. അതായത് ലാസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണോ കമ്പയർ ചെയ്യുന്നത് അതുമായിട്ട് ഏത് ഭാഗത്തേക്കാണ് വരുന്നത് എഴുതി മുകളിലോട്ട് സ്പേസ് ഇട്ട് എഴുതുക. ഇതുപോലെ അങ്ങനെ എഴുതി നോക്കുക. അപ്പോൾ തെറ്റാതിരിക്കും. തെറ്റുമെന്ന് തോന്നലുണ്ടെങ്കിൽ സംഖ്യകൾ നോക്കി തന്നെ കൃത്യമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നോക്കിയുമ്പോൾ തന്നെ എഴുതാം. പക്ഷേ അപ്പം നമുക്ക് ചിലപ്പോൾ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ ഒരു രീതി, ഒന്നുകിൽ മുകളിൽ താഴെയായിട്ട് എഴുതി വരാം, അല്ലെങ്കിൽ വലതേക്കായിട്ട് എഴുതി പോകാം. ഇപ്പം ഞാൻ ഈ എഴുതിയ രീതിയിൽ എഴുതി പോകാം. എന്നിട്ട് അവരോഹണം എന്ന് പറയുമ്പം ലാസ്റ്റിൽ നിന്നും പുറകിലത്തേക്കുള്ള ഓർഡർ ഈ രീതിയിൽ വേണം വരാനായിട്ട്. ഉത്തരം 121. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, BDE, EGH, HJK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? BDE, EGH, HJK. അടുത്തത്, അപ്പോൾ ഇവിടെ ബിയും ഇയുമായിട്ടും ഇയും എച്ചുമായിട്ടും എങ്ങനെയാണ് നോക്കുക? ബി, സി, ഡി കഴിഞ്ഞ് ഇ. ഇനി എഫ്, ജി കഴിഞ്ഞ് എച്ച്. അപ്പോൾ ഇനി അടുത്ത എച്ച്, ഐ, ജെ കഴിഞ്ഞ് കെ. ഇനി ഡിയും ജിയുമായിട്ട് ഇ, എഫ്, ജി. ജിയും എച്ചുമായിട്ട് എച്ച്, ഐ കഴിഞ്ഞ് ജെ. അപ്പോൾ ജെ കഴിഞ്ഞ് ജെ, കെ, എൽ കഴിഞ്ഞ് എം. ഇനി അടുത്തത് ഇയും എച്ചുമായിട്ട് ഇ, എഫ്, ജി, എച്ച്. ഐ, ജെ, കെ. അപ്പോൾ ഇനി അടുത്തത് എൽ, എം കഴിഞ്ഞാൽ എൻ. കെ, എം, എൻ. 2 ആൽഫബറ്റ്സ് ഇടവിട്ടാണ് ഓരോ ടേമിൻ്റെ ഓരോ ആൽഫബറ്റും ഫോം ചെയ്തിരിക്കുന്നത്. കെ, എം, എൻ. ഓപ്ഷൻ ബി. ഇതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ 8 × 4 + 1 അതാണ് 32 + 1 33. ഇനി ഇവിടെ 12 × 3 + 1 37. 12ഉം 37ഉം. ഇവിടെ കാണിക്കാം 833. അപ്പോൾ 8 × 4 + 1 32 + 1 33. അപ്പോൾ × 4 + 1. ഇനി 12 37. അടുത്ത ഓപ്ഷൻ 12 37. അപ്പോൾ 12 × 3 + 1 ആണ് ഇവിടെ വന്നത്. ഇവിടെ × 4 ആണെങ്കിൽ ഇവിടെ × 3 ആണ്, = 37. ഇനി അടുത്തത് 722. അപ്പോൾ 7 × 3 + 1 = 22. × 3 + 1. ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രമാണ് × 4 + 1 വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ കൂടി നോക്കാം. 15 46.
15 ഇൻറ്റു 3 പ്ലസ് 1 ഈക്വൽ ടു 46. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇൻറ്റു 3 പ്ലസ് 1 ആണ് BCD. ഇവിടെ A മാത്രമാണ് ഈ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ A ആണ് 833 എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ആൻസർ 833. ബാക്കിയെല്ലാം ഇൻറ്റു 3 പ്ലസ് 1 എന്ന റിലേഷൻഷിപ്പിലാണ് പോകുന്നത്. അടുത്ത ചോദ്യം, അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും എങ്കിൽ വിജയൻ്റെ വയസ്സ് എത്ര? അപ്പോൾ നമുക്കിത് ഓപ്ഷൻസിൽ നിന്ന് വേണമെങ്കിൽ പോകാം. ഓപ്ഷൻസ് 5, 12, 9, 7 എന്നാണ്. അപ്പോൾ അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിജയൻ്റെ പ്രായമാണ്. ചോദ്യം വിജയൻ്റെ പ്രായമാണ്. അപ്പോൾ വിജയൻ്റെ പ്രായം ഓപ്ഷൻ പ്രകാരം 5 ആണെങ്കിൽ അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടി. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ വിജയന് 5 ആണെങ്കിൽ, അപ്പോൾ വിജയൻ്റെ പ്രായം 5 ആണെങ്കിൽ അജയൻ്റെ പ്രായം 10 കൂടുതൽ 15 വയസ്സ്. ഇനി ഒരു വർഷം കഴിയുമ്പോൾ വിജയൻ 6 ആകുമ്പോൾ അജയന് 16. അപ്പോൾ 6ൻ്റെ ഇരട്ടി അല്ല 16, അതുകൊണ്ട് തന്നെ അതാകുന്നില്ല. ഇനി 12 ആണ് വിജയൻ്റെ പ്രായമെങ്കിൽ അജയന് 10 വയസ്സ് കൂടുതൽ 22. അടുത്ത വർഷം 13 ആകുമ്പോൾ 23 ആകും, അതും ഇരട്ടി അല്ല. അപ്പോൾ ഇത് രണ്ടുമല്ല. ഇനി അടുത്ത ഓപ്ഷൻ 9. വിജയൻ്റെ പ്രായം 9 ആണെങ്കിൽ അതിൽ നിന്നും 10 കൂടുതലാണ്, അജയന് 19. അടുത്ത വർഷമാകുമ്പോൾ വിജയന് 10 വയസ്സാകുമ്പോൾ അജയന് 20 ആകും. അപ്പോൾ അത് ഇരട്ടി, കറക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ വിജയൻ്റെ പ്രായം 9 എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻസിൽ നിന്ന് പോകുമ്പോൾ കിട്ടും വിജയൻ ഇപ്പോൾ 9 ആകുമ്പോൾ അജയന് 10 വയസ്സ് കൂടുതൽ 19 ഉണ്ട്. ഇനി അടുത്ത വർഷം വിജയന് 10 വയസ്സാകുമ്പോൾ അജയന് 20 വയസ്സാകും, അത് ഇരട്ടിയുമാണ്. അപ്പോൾ എക്സ് ഇട്ട് നോക്കാണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് പോയി നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻസർ 9. അടുത്ത ചോദ്യം, 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 252 കാണുമ്പോൾ തന്നെ അറിയാം 2, 4, 5, 2, 4, 2 അത് 9 കൊണ്ട് കൂട്ടുമ്പോൾ 9ൻ്റെ തന്നെ ഒരു ഗുണിതമാണ് അല്ലേ? അപ്പോൾ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3 അല്ല വരുന്നത്. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻ എ 252 എന്ന് പറയുമ്പോൾ അത് 2, 5, 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 9 വരുമ്പോൾ ഇത് 9ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ 9ൻ്റെ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരില്ല, അതുകൊണ്ട് ഇത് അല്ല. ഇനി അപ്പം ബാക്കി നമ്മൾ നോക്കേണ്ട ആ ഒരു കണ്ടീഷൻ തന്നെ തെറ്റി. ഇനി 246 എന്ന് പറയുമ്പോൾ 2, 4, 6, 4, 10, 12. അപ്പോൾ 12 അത് 9ൻ്റെ ഗുണിതമല്ല. ഇതിൽ നിന്ന് ഒരു 3 കുറച്ച് നോക്കുക. 243 ആയിരുന്നുവെങ്കിൽ അല്ലേ 9ൻ്റെ ഗുണിതം 4, 3, 9. അപ്പോൾ 243 എന്ന് പറയുന്നത് 9ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 246നെ നമ്മൾ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടും. കാരണം 3 കുറയ്ക്കുമ്പോൾ ഉള്ള സംഖ്യ ഇതുവരെ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സെക്കൻഡിൽ സാറ്റിസ്ഫൈ. ഇനി അടുത്ത രണ്ടും ആകുന്നുണ്ടോ നോക്കും. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6. 240നെ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 246നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 കിട്ടുന്നത്. നമുക്ക് ഹരിച്ച് നോക്കാണ്ട് തന്നെ അറിയാം 12 × 20 240 കിട്ടും. അപ്പോൾ 206 കൂടുമ്പോൾ ശിഷ്ടം 6 വരും, അതും ശരിയാകുന്നുണ്ട്. ഇനി 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8, അത് മാത്രമേ ഉള്ളൂ. 240നെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ മറ്റേത് രണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. 240/14.
അപ്പോൾ 240/14 1 246 240 അല്ല 246 14 കൊണ്ട് ഹരിക്കുമ്പോൾ 246 14 കൊണ്ട് ഹരിക്കുമ്പോൾ 1 10 14 6 14 × 7 98 6 ശിഷ്ടം 6 കിട്ടുന്നുണ്ട്. അപ്പോൾ 246/14 മാത്രമാണ് ശകലം ഒരു സമയം ആ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരം 246 246 ആണ് ഉത്തരം. 246. അപ്പോൾ ചില ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകാൻ പറ്റുന്നതിൽ ആ രീതി തന്നെയാണ് എളുപ്പം ആയി വരുന്നത്. പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഉത്തരം പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അടുത്ത ചോദ്യം, സൺ എന്ന വാക്ക് RTTVMO എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം? സൺ എന്ന വാക്ക് RTTVMO. അപ്പോൾ എസ് കഴിഞ്ഞ് എസ്സിൽ നിന്ന് ഒരു ആൽഫബറ്റ് ബാക്കിലേക്ക് പോകും. -1 ചെയ്യുമ്പോൾ 6 കിട്ടുന്നു. ഇനി യുയിൽ നിന്നും 1 പുറകിലേക്ക് പോകുമ്പോൾ എസ് കഴിഞ്ഞ് 1 ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉള്ള യു, ഇതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് യു കഴിഞ്ഞ് 1 ബാക്കിലേക്ക് പോകുമ്പോഴുള്ള ഇത് രണ്ടാമത്. അപ്പോൾ എസ്സിൻ്റെ അടുത്ത ആൽഫബറ്റും യുവിൻ്റെ ബാക്കിലോട്ടുള്ള യു കഴിഞ്ഞ് UV, അത് കഴിഞ്ഞിട്ട് വരുന്ന +1, ഇത്രയും. യു മാത്രമായിട്ട് ഒന്നും കൂടെ എഴുതാം. യു വരുമ്പോൾ ആദ്യം ഈ എസ് കഴിഞ്ഞിട്ടുള്ള +1 ചെയ്യുക, T. ഇനി യുവിൽ നിന്നും 1 ബാക്കിലേക്ക് പോകുന്നു, -1 T. അത് കഴിഞ്ഞ് യുവിൽ നിന്നും പിന്നെ 1 ഫ്രണ്ടിലേക്ക് വരുന്നു, V. ഇത്രയുമാണ്. ഇനി അടുത്ത N വരുമ്പോൾ എന്നിൻ്റെ -1 M +1 O. ഇങ്ങനെയാണ് RTTVMO എന്ന് സണ്ണിനെ കോഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ ഇനി പെന്നും കൂടി കോഡ് ചെയ്യണം. അപ്പോൾ പെൻ പിയിൽ നിന്ന് 1 ബാക്കിലേക്ക് പോകുന്നു, -1 ഓയാണ് ബാക്കിൽ. ഇനി വരുമ്പോൾ ആദ്യം പിയുടെ അടുത്തത് ഒരെണ്ണം +1 PQ. ഇനി ഇയുടെ ബാക്കിലേക്കുള്ളത് -1 D. അത് കഴിഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് +1 F. ഓയായി QDF. ഇനി എന്നിന് -1 M +1 O. അപ്പോൾ OQDFMO. ഇതാണ് കോഡ്. OQDFMO. ഓപ്ഷൻ A. അടുത്ത ചോദ്യം, 1/5 + 1/5² + 1/5³ = ഡാഷ്. 1/5 + 1/5² + 1/5³ = LCM. ഇത് മൂന്നിൻ്റെയും ലസാഗു. LCM എന്ന് പറഞ്ഞാൽ 5³ ആണ്. ഏറ്റവും കൂടുതൽ വരുന്നത്, ആ ഓർഡർ ഏറ്റവും കൂടുതൽ വരുന്നത് 3, അതാണ്. ഇനി
1/5 into 5 cube plus 1/5 square into 5 cube plus 1/5 cube into 5 cube. ഇങ്ങനെയാണ് LCM കണ്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ ഈ 5 ക്യൂബ് ഇതുപോലെ എഴുതുക. ഇത് ക്യാൻസലായി 1/5 സ്ക്വയർ ആകുന്നു. 5 സ്ക്വയർ പ്ലസ് ഇവിടെ പോയി 5 ആകുന്നു, പ്ലസ് 5 പ്ലസ് ഇത് ക്യാൻസലായി 1 വരുന്നു. അപ്പോൾ 5 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 1, അതായത് ഈ /5 ക്യൂബ് ഇവിടെ തന്നെ ഉണ്ടാകണം. 5 സ്ക്വയർ 25 പ്ലസ് 5 പ്ലസ് 1 31/125. 31/125 ചെയ്യുക. 0.2 250 60 into 4 500 100 into 8 1000. 0. Answer 0.248. 0.248. അടുത്ത ചോദ്യം 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ് എന്നീ സംഖ്യകളുടെ ലസാഗു ഏത്? അപ്പോൾ ഇതിൻ്റെ പവർ കൃതി ഏറ്റവും കൂടുതൽ ഉള്ളത് എടുക്കുക. 2 ക്യൂബും 2 സ്ക്വയറിലും ഏറ്റവും കൃതി കൂടിയത് 2 ക്യൂബാണ്. ഇനി 3 സ്ക്വയറും 3 ക്യൂബിലും നല്ല കൃതി കൂടിയത് 3 ക്യൂബാണ്. 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ രണ്ടിലെയും കൂടിയത് എടുക്കുക. ഈക്വൽ ടു 8 ഇൻറ്റു 27 ഈക്വൽ ടു 216 216. ഓപ്ഷൻ സി. അപ്പോൾ 216, അതായത് പവർ കൂടിയത് വേണം എടുക്കാനായിട്ട്. ഉത്തരം 216. ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്